കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങൾക്ക് വിലക്ക്. കണ്ണൂർ ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടിയെന്ന് പോലീസ് പറയുന്നു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കളക്ടറുടെ തീരുമാനം. അതേസമയം ഫലപ്രഖ്യാപനത്തിന് മുൻപ് മാധ്യമങ്ങൾക്ക് പഞ്ചായത്ത് ഹാളിൽ പ്രവേശിക്കാവുന്നതാണെന്ന് കളക്ടർ അറിയിച്ചു. മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, എന്താണ് ഈ ഒളിച്ച് കടത്തിയുള്ള മാധ്യമങ്ങളെ മുഖം കൊടുക്കാതെ മാധ്യമങ്ങൾക്ക് വിവരം നൽകാതെയൊക്കെയുള്ള നടപടികൾ? വീണ, ഒരു അപ്രതീക്ഷിതമായ നടപടി തന്നെയാണ് കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത്. സാധാരണഗതിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ളിൽ പ്രവേശിക്കുന്നതിനോ ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനോ സാധാരണഗതിയിൽ മാധ്യമങ്ങൾക്ക് വിലക്കുണ്ടാകുന്നതല്ല. എന്നാൽ ഇത്തവണ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി അങ്ങോട്ട് പോകുന്ന സമയത്താണ് പോലീസ് മാധ്യമപ്രവർത്തകരെ തടയുന്നൊരു സാഹചര്യം ഉണ്ടായത്. തടഞ്ഞ് അത് പോലീസിനോട് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളെ തടഞ്ഞത് എന്നൊരു വിശദീകരണം അവർ നൽകിയത്. ജില്ലാ പഞ്ചായത്തിനുള്ളിലേക്ക് മാധ്യമങ്ങളെ കടക്കാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു തീരുമാനമെന്നും പോലീസ് വ്യക്തമാക്കുകയുണ്ടായി. ഈ PP ദിവ്യയുടെ വിഷയം അല്ലെങ്കിൽ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് PP ദിവ്യയുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടൊരു സാഹചര്യമുണ്ട്. ഈ വിവാദങ്ങളെല്ലാം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആ വിവാദങ്ങളെ ഒഴിവാക്കിയെന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളെ അദ്ദേഹം തടഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ മാധ്യമങ്ങളെ തടഞ്ഞത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചതിന് തൊട്ട് പിന്നാലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഫലപ്രഖ്യാപനത്തിന് തൊട്ട് മുന്നേ ജില്ലാ പഞ്ചായത്ത് ഹാളിലേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കാമെന്നൊരു കാര്യമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ജില്ലാ കളക്ടറുടെ ഈ ഒരു നടപടി, അതായത് മാധ്യമങ്ങളെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ചിത്രീകരിക്കാൻ അനുവദിക്കാത്ത നടപടിക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഒളിച്ചുകളി എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. നേരത്തെ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ടടക്കം വലിയ വിമർശനങ്ങൾ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെതിരെ ഉയർന്നതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പോലും റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങളെ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. അതിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു. അതിനും അല്പസമയത്തിനകം തന്നെ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഭൂരിപക്ഷം LDF അംഗങ്ങൾക്കാണ് നിലവിലുള്ളത്. കാരണം 17-7 എന്നൊരു ഗണത്തിലാണ് നിലവിൽ ജില്ലാ പഞ്ചായത്തിലെ അംഗസംഖ്യ. 17 സീറ്റ് LDFനും 7 സീറ്റ് UDFനുമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ LDFന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് രത്നകുമാരി തെരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ വിഷയം എന്തുകൊണ്ട് മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യാൻ അനുവദിച്ചില്ല എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. വീണ, അത് ഈ ചോദ്യം ഉയർത്തപ്പെടുന്നില്ലേ മിഥുൻ? കാരണം ഇത് അങ്ങനെ മാധ്യമങ്ങളെ വിലക്കിക്കൊണ്ട് മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വിവരങ്ങൾ കിട്ടാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അവിടെ നടക്കുന്നത് എന്ന് പുറത്ത് പറയുന്നില്ല. പക്ഷെ അവസാനം ഞങ്ങളൊരു റിസൾട്ട് പറയും, ആ റിസൾട്ട് റിപ്പോർട്ട് ചെയ്യാനായി എത്താം എന്നുള്ളത്. അപ്പോൾ ജനങ്ങൾക്ക് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണ്ട, ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ട് എന്താണ് കണ്ണൂർ കളക്ടറേറ്റിൽ നടക്കുന്നത്? വീണ, നിലവിലെ സാഹചര്യത്തിൽ ഒളിച്ചോ മറച്ചോ വെക്കേണ്ട സാഹചര്യമില്ല. എന്നിട്ടും എന്തിനാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളെ വിലക്കിയെന്നുള്ള ചോദ്യം തന്നെയാണ് പ്രധാനമായി ഉയരുന്നത്. കാരണം LDFന് ഭൂരിപക്ഷമുള്ള ജില്ലാ പഞ്ചായത്താണ്. അവിടെ എന്തായാലും ഇപ്പം മത്സരിച്ചാൽ പോലും LDF സ്ഥാനാർത്ഥി തന്നെ ജയിക്കുകയുള്ളൂ. അത്തരമൊരു സാഹചര്യം നിലനിൽക്കെ മാധ്യമങ്ങളെ വിലക്കേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല. മാധ്യമങ്ങൾ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള സാഹചര്യവുമില്ല. പിന്നെ എന്തിനാണ് ജില്ലാ കളക്ടർ ഇത്തരത്തിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമങ്ങളെ തടയുന്ന സാഹചര്യം ഉണ്ടായെന്നുള്ളതാണ്. എന്തായാലും ഈ നേരത്തെ തന്നെ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വലിയ വിവാദങ്ങളിൽപ്പെട്ട ഒരാളാണ് കണ്ണൂർ ജില്ലാ കളക്ടർ. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ വീണ്ടും ഒരു വിവാദം ഉണ്ടാകാതിരിക്കാനാണോ അല്ലെങ്കിൽ എന്തുകൊണ്ട് വലിയൊരു പ്രശ്നത്തിലേക്ക് കടക്കാതിരിക്കാനാണോ, എന്താണ് ആ കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാത്തത്. ഏതായാലും വലിയ പ്രതിഷേധം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഫലപ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് ജില്ലാ പഞ്ചായത്ത് ഹാളിലേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കാമെന്നൊരു കാര്യമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. വീണ.